ഒന്ന് മൂന്ന് വിസിൽ അടിച്ചു കഴിയുമ്പോ ഓഫ് ആക്കണം. മൊബൈൽ നോക്കി ഇരുന്നിട്ട് അവസരം നാശമുണ്ടല്ലോ. ശ്രദ്ധിക്കണം. 3 വിസില്. എന്റെ ദൈവമേ, എല്ലാം പോയല്ലോ. ഇപ്പൊ അമ്മയുടെ വായിരിക്കണം മൊത്തം കേക്കിഞ്ഞ് എന്ത് ചെയ്യും? പണ്ടാണ് എന്ത് ചെയ്യും ഇനി? റിങ്കി, ഞാൻ നിന്നോട് എന്തോന്ന് പറഞ്ഞത്? ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടാണോ പോയത്? 3 വിസിൽ വരുമ്പോ ഓഫ് ചെയ്യണമെന്ന്. എന്നിട്ട് നീ എന്തോ കാണിച്ചത്? അതെ, 3 വിസിൽ വരുമ്പോ ഓഫ് ചെയ്യണമെന്നില്ലേ? ഞാൻ 2 വിസിലേ കേട്ടോളൂ. ആവിയായിട്ട് പറഞ്ഞു പോയാ? ഞാൻ കേട്ടില്ല. ഇടി, മനുഷ്യൻ എനിച്ചിരിക്കാൻ വയ്യാത്ത പരുവത്തിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. നീ ഒരു കാര്യം ചെയ്യും, ഇത് മൊത്തം തുടച്ച് മിനിക്കിട്ട് ഇനി ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി, കേട്ടല്ലോ? ഞാൻ അന്നേ പറഞ്ഞല്ലേ അമ്മ, ഈ ഗ്യാരണ്ടി കഴിഞ്ഞ കുക്കറിനെടുത്ത് കളയണോന്ന്. ഈ ഗ്യാരണ്ടി കഴിഞ്ഞ കുക്കറിലാണ് ഇത്രയും കാലം നിനക്കൊക്കെ വച്ച് വേവിച്ചു തന്നത്, അതറിയോ? ചെയ്യടി പണി. ക്ലീനാക്കാനാ? ആ, കഷ്ടമായത്. എല്ലാം വേസ്റ്റായി. അമ്മ അശ്രദ്ധ. നോക്കിക്കൊണ്ടിരിക്കാൻ ഒന്ന് സഹായിക്കമ്മ. എന്റെ അച്ഛനെ വിളിച്ച് സഹായിക്കാൻ പറ. എന്തിനമ്മ വെറുതെ അച്ഛനെയൊക്കെ വിളിക്കണേ? നൈസായിട്ട് തന്തയ്ക്ക് വിളിച്ചല്ലേ? എന്നെ വിളിച്ചാ മണി? ഓ അച്ഛ, ഇപ്പൊ വിളിച്ചേ ഉള്ളൂ അമ്മ. എന്ത് സ്നേഹം അറിയോ അച്ഛനോട് അമ്മയ്ക്ക്. ഓ, എനിക്ക് വയ്യ. അയ്യോ, മോളെന്ത് ഇതൊക്കെ ചെയ്യുന്നത്? അമ്മ ചെയ്യില്ല ഇതൊക്കെ? അമ്മ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തേക്കാണല്ലോ തുടപ്പില്. എന്റെ മണി, നീ തുടയ്ക്കുമ്പോ അത് നല്ല നീറ്റ് ആയിരിക്കും, അതുകൊണ്ട് പറഞ്ഞതാണ്. നീറ്റ്നെസ് കുറച്ച് മതി. ഓ, വൃത്തിയായിട്ട് തുടച്ചോളണം. ഇതെന്തിങ്ങനെ സംഭവിച്ചങ്ങനെ? അതെ അച്ഛ, ഞാൻ പറയാം. ഞാൻ 2 വിസിലേ കേട്ടോളൂ, 3ാമത്തെ വിസില് കേട്ടില്ല. അതെന്ത് മണി 3ാമത്തെ വിസിലാക്കാത്തെ? 3ാമത്തെ വിസിൽ അടിക്കാത്ത എന്തെന്നാ കുക്കറിനോട് പോയി ചോദിക്കും. ആ, എങ്ങനെ കേക്കും? ചെവിക്കാത്ത എപ്പോഴും ഇത് കുത്തി വെച്ചോണ്ടല്ലേ നിൽക്കുന്നത്. കണ്ടാ, ഇവിടെ എപ്പോഴും പാഴ് ചെലവാണ്. എല്ലാ സാധനം വാങ്ങിക്കുക, ഉണ്ടാക്കുക, അങ്ങ് കളയുക. ഈ ഒരു കാര്യം ചെയ്യും, ഒരു സാധനം വാങ്ങിച്ചോണ്ട് വരണ്ട, ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ വേണ്ട, ഇങ്ങനെ തന്നെ ഇരുന്നത്. ഞാൻ പരിപാടി നിർത്തി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ എല്ലാ പണിയും ചെയ്യാം. നിങ്ങളൊക്കെ ജോലിക്ക് പോയി. ബാംഗ്ലൂർ ഞാൻ പോണില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അവളെ ഇപ്പൊ വരും പിങ്കി. വരുമ്പോ ഒന്നും ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ അവള് നിന്നെയൊക്കെ പിടിച്ച് തിന്നും. എന്നാ അതാ നല്ലത്, എടുത്ത് തിന്നിട്ട്. ഞാൻ അന്നേ പറഞ്ഞല്ലേ എന്നെ പാചകം പഠിപ്പിച്ചാന്ന്. അപ്പൊ അമ്മ പറയും ഉപ്പ് കൂടി മുളക് കൂടി നിനക്കൊന്നും ഉണ്ടാക്കിയ ശരിയാവൂല, കരിഞ്ഞു പോവും. എന്റെ രവിയേട്ടനെ ഞാൻ വച്ചാലേ ഇഷ്ടപ്പെടുള്ളൂ. എന്നിട്ട് കുറ്റം മുഴുവൻ എനിക്ക്. ഒരു ഗ്യാസ് ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ മര്യാദയ്ക്ക് ഓഫ് ചെയ്യാൻ പറ്റാത്തവളാണ് ഇനി ഭക്ഷണം മൊത്തം ഉണ്ടാക്കാൻ പോണത്. എന്നിട്ടാണ് 500 രൂപയ്ക്ക് 600 രൂപയ്ക്കും അങ്ങനെ മീനൊക്കെ കരിഞ്ഞു പോകാനായിട്ട്. പോടെ ഇടുന്നു. നിങ്ങളെല്ലാരും ഇവിടെ വന്നിരിക്കുകയാണ്. ഞാനേ കുറെ നേരമായിട്ട് ഷൂ 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 എന്നും പറഞ്ഞോണ്ട് ശബ്ദം കേൾക്കുക. നീ വല്ല പാമ്പൂലും കയറിയാന്ന്? എന്റെ പൊന്നളിയെ പാമ്പൊന്നുമല്ല, ഷൂഷൂന്ന് വിളിച്ചാള് പോയിരിക്കുന്നു. കുക്കർ അളിയ അവിടെ നിന്ന് കേട്ട്, പക്ഷെ അനന്തരവള് കേട്ടില്ല. അതാ ഇങ്ങനെ.
മണിക്കുട്ടൻ ചേട്ടാ ചേട്ടന് തീരെ ബുദ്ധിയില്ലേ? കുക്കറിന്റെ ശബ്ദവും മനുഷ്യന്മാരെ വിളിക്കുന്നത് തമ്മിൽ മനസ്സിലാവില്ല വ്യത്യാസം. എന്റെ മണി അളിയന് ബുദ്ധിയില്ല എന്നുള്ള ശരി തന്നെ. പക്ഷെ നീ കളിയാക്കല്ലേ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കളിയാ. അളിയാ എനിക്കിട്ട് വെച്ചല്ലേ നട കുഴിക്കടാൻ ഞാൻ എടുക്കും. ഇല്ല അളിയ. പെങ്ങളെ വിശക്കുന്നു. എന്തെങ്കിലും എടുക്കാം. ഉണ്ടാക്കി വെച്ചൊക്കെ കിടപ്പുണ്ട്. എല്ലാവരും വെച്ച് കഴിച്ചോ. എന്ന് പറയാൻ അങ്ങനെ എന്തെങ്കിലും എടുക്കും. ഇന്ന് ഇനി വീട്ടിൽ ഞാൻ ഒരു വക ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചില്ല. അമ്മ ഒന്നുമില്ല. ഞാൻ ഇനി ഒരു പണി എടുക്കൂല. അടുക്കളയിൽ നിന്നല്ല ഒരു വീട്ടിൽ ഒരു പണി ചെയ്യാൻ പോകണ്ട. അച്ഛാ നീ മിണ്ടി പോലെ നീ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വന്നാ മതി കേട്ടാ. എല്ലാം കൊള്ളാം. ഈ കുന്തകളുടെ ഗവൺമെന്റ് ഇങ്ങനെയൊക്കെ വന്നത്. എത്രയായി? എന്താ ചോദിച്ചേ? എത്രയായി? അത് ഈ ചിങ്ങത്തില് 35 പൈസ. ആണോ? അത്രയായുള്ളോ? നല്ല തമാശ. ഇതുപോലെ ഒരുപാട് തമാശ ഉണ്ടോ? തമാശല്ല, 35 പൈസ. ആണല്ലേ? എന്റെയാ വിഷയം, എന്റെയാ. ഇത്തിരി സൗന്ദര്യം കൂടി പോയേ. ഇനി ഇതുവഴി വരണ്ട, ഇത് മുഴുവനും വെച്ചോ. അല്ല അത്ര ആയില്ല. പോ സഹോദര. അതെ. ശരി, കേറിയിരുന്നു കേട്ടാ. ശരി സഹോദരി. ശരി. അയ്യോ എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ആരും ഒന്നും മിണ്ടൂലേ? അല്ല കാര്യം എന്താന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഈ വീട്ടിൽ ഞാൻ ഇനി വാ തുറക്കത്തില്ല. ശരിക്കും? ശരിക്കും. ഭക്ഷണം കഴിക്കാനും വാ തുറക്കൂലേ? അത് ഞാൻ ചെറുതായിട്ടൊന്ന് വാ തുറക്കും. അതിനായിട്ട് ചെറുതായിട്ട് തുറക്കണം. ഇനി എന്ത് പറ്റി? അപ്പൊ ഞാൻ പറയാം. 3 വിസിൽ കേൾക്കുമ്പോ ഓഫ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ 2 വിസിലേ കേട്ടുള്ളൂ. അത്രേ ഉള്ള? ഇപ്പൊ ഇവിടെ ആരാ വിസിലടിച്ചേ? നിസ്സാര കാര്യം, അതിനാണ് ഇത്രയും പ്രശ്നം ഇവിടെ. ഇത് നീ വിചാരിക്കുമ്പോൾ അത്ര നിസ്സാര കാര്യമല്ല. ഉള്ള പണി മൊത്തം ചെയ്യാൻ ഞാനും ചുറ്റിരുന്ന് കുറ്റം പറയുന്ന ഇവരെല്ലാരും. പെങ്ങളെ ഞാൻ ഇതുവരെ നിന്നെ കുറ്റം പറഞ്ഞു സത്യമാണോ? കുറ്റൊന്നും പറയൂല. എനിക്കാണെങ്കിൽ നിറയെ പറയാനുണ്ട്. പറയാൻ അങ്ങോട്ട് പറ്റണില്ല. എന്ത് പറയും? അതെ പെങ്ങളെ, ഈ എല്ലാ ജോലികളും ഉടനെ അങ്ങ് ചെയ്ത് തീർക്കരുത്. ഒരിച്ചിരി മിച്ചം വെച്ചേക്കണം. നമുക്ക് നാളത്തേക്ക് ചെയ്യാൻ വേണ്ടി. നാളത്തെ ഒരു കരുതലായിട്ട് ആ ജോലികളെ മാറ്റി വെക്കണം. ആണല്ലേ? എന്നാ പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഒന്നും കഴിക്കണ്ട. നാളത്തേക്ക് കരുതി വെക്കാം. നമുക്ക് വയറില് മിച്ചം ഇടാം. നാളത്തേക്ക് കരുതാം. ഇന്നലെ വലിയ ഉപദേശമൊക്കെ തന്നതല്ലേ? ഇച്ചിരി എന്നല്ല, ഞാൻ ഒട്ടും ചെയ്യുന്നില്ല. ആങ്ങളെ തന്നെ നാളെ തൊട്ടങ്ങ് ചെയ്ത് തീർത്തോ പണി മൊത്തം. അല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ മണി? ഞാൻ ഒരു കാര്യം പറയാം. പിങ്കി മോൾ ഇപ്പം വരും. വിശന്നായിരിക്കും വരുന്നത്. നീ വല്ലതും കഴിക്കാൻ ഉണ്ടാക്കാൻ നോക്കോളൂ. ഒന്നും ഉണ്ടാക്കണില്ല, പട്ടിണി കിടക്കട്ടെ. ഇവിടെ ആരും ഒന്നും ഉണ്ടാക്കണ്ട. എന്റെ കയ്യിലേ 4 മുട്ട പപ്സ് ഉണ്ട്. എനിക്കത് മതി. മതിയോ? ഞാൻ അതുകൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ആണല്ലേ? ബുദ്ധിമുട്ടാവും. വയസ്സായാലും കൊതിക്കൊരു കുറവില്ല. മണി എന്നാ പിന്നെ ഒരു ചായ ഇട്. നീ പാലില്ല. ഒരു കട്ടൻ ചായ ഇട്. ചായപ്പൊടി ഇല്ല. ഒരു കാര്യം ചെയ്യും, ഒരു ചുക്ക് കാപ്പി ഇട്. നീ ഇവിടെ ഒരു ചുക്കും ഇല്ല, ചുണ്ണാമ്പും ഇല്ല, ഒന്നുമില്ല. എന്തോന്ന് ഇവിടെ വാങ്ങിയ പലവഞ്ഞൊക്കെ അങ്ങ് ടൂറ് പോണം? എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. നിങ്ങൾ ഇവിടെ ചായ ഇടാൻ പോന്നോ അതോ വഴക്കിടാൻ പോന്നോ? ഒരു ചായ അല്ലേ ഇടണം, ഞാൻ ഇട്ടോളാം കേട്ടോ. പക്ഷെ ആലോചിക്കണം ഒന്ന് നന്നായിട്ട്. അല്ല ഇതിനകത്ത് എന്തോ ആലോചിക്കാനിരിക്കുന്നത്? അതായത് നമ്മൾ ഇച്ചിരി വെള്ളം വെക്കുക, ചൂടാക്കുക, തിളപ്പിക്കുക, ഇച്ചിരി തേയിലപ്പൊടി ഇടുക, അതുപോലെ പാലൊന്ന് ചൂടാക്കുക, രണ്ടോട് മിക്സ് ചെയ്യുക, ഇച്ചിരി പഞ്ചസാര ഇടുക, കലക്കുക. കത്തും. അല്ല സ്റ്റൗ കത്തിക്കണം.
ഈ ചായ ഇടുന്നതേ നിസ്സാര പണിയൊന്നുമില്ല. എന്തുമാത്രം പണി എടുക്കണമെന്ന് അറിയാവോ? പാത്രം കഴുകണം, സ്റ്റൗ കത്തിക്കണം, അതെടുത്ത് വയ്ക്കണം. ഉഫ്. ആകെ ക്ഷീണിക്കും. ആലോചിച്ച് കണ്ടേ ചെയ്യാൻ കണ്ട പറ്റും. കണ്ട ഒരു ചായ ഇടാൻ അവള് കണക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള എല്ലാ പണിയും ചെയ്തിട്ട് നമ്മൾ ചെയ്യണ ജോലിക്കൊന്നും വിലയില്ല. ഒരു ചായ പോലും ഇടാൻ വയ്യാകുന്നു. അല്ല അല്ല ഏത് കാര്യങ്ങളാണെങ്കിലും ആലോചിച്ചേ ചെയ്യാൻ പറ്റും. നമ്മൾ ആലോചിച്ചേ ചെയ്യാൻ പറ്റും. ആ ഉം? ശ്ശോ, കൊച്ചിനെ കാണുന്നില്ല അളിയാ. എന്തോ പറ്റിയെന്നുള്ള അവൾ ഇത്രയും വൈകാറില്ല. അവള് വരണ്ട. അവള് വന്നില്ല. ഇനി വണ്ടി വല്ലതും കിട്ടാതാണോ? അതെന്താണോ എന്തോ. മോളെ നീ ഒന്ന് വിളിക്ക്, ഫോണിന്റെ അടുത്ത് വിളിക്ക്. ഞാൻ എങ്ങനെ വിളിക്കാ? അവള് ഫോൺ ഇവിടെ ചാർജിന് വെച്ചിട്ടാ പോയത്. എന്താ ചെയ്യാ? ഞാനേ ഒന്ന് പോയി നോക്കിയാലോ? ചേട്ടാ, അങ്ങനെയാണെങ്കിലേ പോയിട്ട് വരുമ്പോ 2 കവർ പാല് വാങ്ങിച്ചിട്ട് ഒരു ചായ ഇടാം. പിന്നെ അവള് ചായ കുടിക്കാൻ കൊച്ചിനെ കാണാതിരിക്കുക. അതിനിടയില അവിടെ ചായ കുടി. എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് വിശക്കുന്നു. എന്തോന്ന് ചിന്നു. ചെടി അവിടെ കൂട്ടുകാരികളെ ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്ക്. ആരും ഫോൺ എടുക്കണില്ല. ഞാൻ അതൊക്കെ വിളിച്ചു നോക്കിയതാണ്. ഇത് കഷ്ടം എന്തോ. അയ്യോ, ആരോ വിളിക്കണം. ഇതിപ്പോ ആര് ഈ സമയത്തായിരുന്നു വിളിക്കണേ? ഹലോ, ഹലോ, ഹലോ. കട്ടാക്കി. എന്തോന്ന്? അന്നോൺ നമ്പർ. എന്തു പറഞ്ഞേ? നമ്മുടെ പിങ്കി ഇല്ലേ, അവരുടെ കസ്റ്റഡിയിലാണെന്ന്. കസ്റ്റഡിയില്ല? കസ്റ്റഡി എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ തട്ടിക്കൊണ്ടുപോയത് തന്നെ. അയ്യോ, ആരോ തട്ടിക്കൊണ്ടുപോകുന്നു. ഇടി മോളെ, ഭോജനദ്രവ്യം വല്ലതും വേണോന്ന് ചോദിച്ചോ? ഒന്നും പറഞ്ഞില്ല മാമ. അതിന് മുമ്പ് കട്ട് ചെയ്ത്. അളിയാ നമുക്കേ ഇത് പോലീസിൽ അറിയിക്കാം. പെട്ടെന്ന് പോലീസ്. അല്ല അത് വേണ്ട അളിയ. പോലീസ് അറിയിക്കണ്ട. അത് കൊച്ചു അമ്മടാ. അത് വേറെ ലൈനിൽ പോകും. അതെ, ഞാൻ പോയി ഒന്ന് അന്വേഷിക്കാം. അത് മതി. എന്തെങ്കിലും ചെയ്യ പെട്ടെന്ന്. അളിയ അന്വേഷിച്ചോണ്ടിരി. മണി നീ നമ്പർ ഒന്നും വിളിച്ചു നോക്ക്. കോള് പോണില്ല അമ്മ. ദാ പറഞ്ഞോള്. മക്കളെ നിനക്ക് നീ പറ്റിയാ? കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് പറ്റിയടി? എന്ത് പറ്റി? ഉപദ്രവിക്കാൻ നോക്കി. ആര്? പറയടി. ഞാനേ സ്കൂളിൽ വിട്ട് വരായിരുന്നേ. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ഒരാളെന്റെ ബാക്കിൽ ഫോളോ ചെയ്ത് വരുന്നു. അപ്പൊ ഞാൻ കുറച്ചു ദൂരം നടന്നു. കൊറേ കഴിഞ്ഞപ്പോ എന്ത് ചെയ്ത് 2 പേരും കൂടെ ബാക്കിൽ വരുന്നു. കൂട്ടത്തോടെ അവര് വരുന്നത്. ഗ്യാങ് പറമോളെ. അങ്ങനെ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ ഓടിയപ്പോ ഇവരെന്റെ പറയെ ഓടണം. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി അവരെന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. എന്നിട്ട് എന്താണ്ടായി? ഞാൻ അപ്പൊ റോഡിൽ നോക്കിയപ്പോ കുറച്ച് ചല്ലിയൊക്കെ കിടപ്പുണ്ടാവും. ഞാൻ അത് പറക്കി ചറപറ എറിഞ്ഞു. അപ്പൊ അവരെന്ത് ചെയ്ത് 4 പൊക്കി ഓടി. ഈ ഗുണ്ടകൾക്ക് എവിടെ അടിവാല്? ഗുണ്ടല്ല, പട്ടി. പട്ടിയാ? പട്ടിയാണോ നിന്നെ ഓടിച്ചത്? ഗുണ്ടകളല്ലേ? ഗുണ്ടയല്ല. അല്ല, എനിക്കൊരു കോള് വന്നതോ. എന്ത് കോള്? നിങ്ങളുടെ മോള് കസ്റ്റഡിയിലാണെന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഞാൻ വഴി കൂടെ ഓടി വരണ നാട്ടുകാരൊക്കെ കണ്ടായിരുന്നു. ചിലപ്പോ അങ്ങനെ വിളിച്ചായിരിക്കും. ചിലപ്പോ. അല്ല മണി, ഈ നമുക്കൊരു കംപ്ലൈന്റ് കൊടുക്കണം ഈ തെരുവ് പട്ടികളെ പിടിക്കാനായിട്ട്. പണ്ട് ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ ആ ആൾക്കാരെ വിട്ട് പട്ടിയെ പിടിപ്പിക്കുമായിരുന്നു അളിയ. ഇപ്പഴത് പിടിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ പാടില്ല. അതാണ് നിയമ. അണ്ണാ, ഈ പട്ടി പിടുത്തക്കാരെ ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെ ഇരിക്കണം അവര്? എന്റെ മുഖത്തോട്ട് നോക്കിയേ. ഇങ്ങനെ തന്നെ ഇരിക്കും. എന്തോ ചെയ്യും? ഇങ്ങനെ ഒറ്റയ്ക്ക് സ്കൂളിൽ പോകുമ്പോഴേ ഇനി ശരിയാവൂല. ഇനി എന്തായാലും ഇങ്ങനെയൊന്നും സംഭവിക്കണ്ട. ഇവളെ ഒറ്റയ്ക്ക് സ്കൂളിൽ വിടണ്ട കേട്ടോ. ആരെങ്കിലും ഏർപ്പാടാക്കണം വിളിക്കാൻ. ശരിയല്ല? അവൻ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് പഠിക്കാം. പരീക്ഷ മാത്രം സ്കൂളിൽ പോയതല്ലേ. അതൊന്നും വേണ്ട. നാളെ മുതൽ മണിക്കുട്ടൻ ചേട്ടൻ നിന്നെ കൊണ്ടാക്കും, വിളിച്ചോണ്ട് വരും. അത് മതി. ഓഫ് കോഴ്സ്. നാളെ മുതല് നിന്റെ ബോഡി ഗാർഡായിരിക്കും മാമൻ. മണി, അവള് തളർന്നു നിൽക്കുക. വിശപ്പുണ്ട്. അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. 4 മുട്ട പപ്സ് ഉണ്ട്. 4 3 ഞാൻ തിന്നു. അതും തിന്നാ. ഇതാര് വിളിക്കുന്നത്? ഒരെണ്ണം തരാം. ഒരെണ്ണം. ഹലോ, അതെ രവീന്ദ്രനാഥ്.
പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിലെ സാർ ഞാനൊന്നും ചെയ്തില്ല. എന്റെ ഇളയ മോളാണ് സാർ. അതെയോ? ഞാൻ പറയാം സാർ. ആ വക്കീൽ ഞാൻ വരാം സാർ. ഇല്ലല്ലോ, ഉറപ്പായിട്ടും വരാം. പിങ്കി, എന്താ ഉണ്ടായത്? അളിയ ഇവള് പറഞ്ഞെല്ലാം കള്ളമാണെന്ന്. മണി ഇവളും കൂട്ടുകാരിയും കൂടെ നമ്മുടെ ആ വക്കീലില്ലേ, വളവിലിരിക്കുന്ന വീട്, ഷാജി വക്കീൽ. ആ വക്കീലിന്റെ വീട്ടിൽ കയറി ഡ്രാഗൺ ഫ്രൂട്ട് മോട്ടിച്ചു. പിന്നെ അവിടുത്തെ പട്ടിയെ കല്ലെടുത്തെറിഞ്ഞു. 1.5 ലക്ഷം രൂപ വിലയുള്ള പട്ടിയാ. അച്ഛാ കള്ളം പറയല്ല അച്ഛാ. 1 ലക്ഷം ഒന്നുമില്ല, 2000 രൂപയുള്ള ഏതോ തെരുവ് പട്ടിയാണ്. അടിച്ച് പൊട്ടിച്ചളെ കേട്ടോ, വലിയ വില പിടിച്ച പട്ടിയാ. ഞാനേ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാൻ പറഞ്ഞിരിക്കുക. പിന്നെ ഒരു കാര്യം ചെയ്യേ, അളിയൻ ധൈര്യമായിട്ട് പോലീസ് സ്റ്റേഷനോട്ട് വയ്ക്കൂ. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി ഞങ്ങൾ ഇവിടെ ഇരുന്നോടാം. ഞാൻ ഒരു കാര്യം ചെയ്തല്ലേ മണി, ആ വക്കീലിന്റെ വീട് വരെ പോയിട്ടെ വക്കീലിനെ കണ്ട് ഒന്ന് കൈകാലം പിടിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്താലോ? നിനക്ക് എന്തിനാ ഡ്രാഗൺ ഫ്രൂട്ട്? എന്റെ മോളെ, ഈ ഡ്രാഗൺ ഫ്രൂട്ട് വേണമെങ്കിൽ നീ എന്നോട് പറയണ്ടേ? ഞാൻ വാങ്ങിച്ചില്ലേ? വല്ലവരും വീട്ടിൽ കയറി മോട്ടിക്കാൻ പോണോ? ആര്? അച്ഛൻ മേടിച്ചു തരുമോ? അച്ഛ ഈ ഒറിജിനൽ റെഡ് ഡ്രാഗൺ ഫ്രൂട്ടിന് എത്രയാണ് വിലയെന്നറിയോ? കിലോയ്ക്ക് 800 രൂപയ്ക്കാവും. പിന്നെ വാങ്ങിച്ച് കൊടുത്ത്. എന്തായാലും ഞാൻ വക്കീലിന്റെ വീട് വരെ പോവാം. എന്താന്ന് വെച്ചാൽ എങ്ങനെ ചോദിക്കി തീർക്കും? ഇങ്ങനെ ഓരോ പെണ്ണുങ്ങളും ജനിച്ചു. അതെ അളിയ, അളിയൻ ഒറ്റയ്ക്ക് പോകണ്ട, വക്കീലിന്റെ വീട്ടിൽ ഞാനിവിടെ വരാം. നന്നായി, നമുക്ക് ഒരുമിച്ച് പോവാം. അതെ, ഞാൻ ഇതുവരെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചിട്ടില്ല. ഞാൻ വക്കീലിന്റെ വീട്ടിൽ ചെന്ന് വക്കീലുമായിട്ട് സംസാരിച്ച് ഇതെല്ലാം സെറ്റിൽ ചെയ്യാം. അതിനിടയിൽ ഒരു 4 അടിച്ചു മാറ്റാമല്ലോ അളിയ. ഞാൻ കഴിച്ചിട്ടില്ല, സത്യമായിട്ട് 800 രൂപ കിലോയ്ക്ക് വില. മണിക്കൂട്ടാ, പ്ലീസ് അളിയാ